കഴിഞ്ഞ ദിവസം മലയാളികളായ എല്ലാവരും വളരെ ഞെട്ടലോടെ കേട്ട ഒരു വാർത്തയായിരുന്നു ഷാർജയിൽ നിന്ന് വന്നത്. അതായത് ഒരു പെൺകുട്ടി തന്റെ ജീവിതം അവസാനിപ്പിക്കുന്നതിന് മുൻപേ തന്റെ കുഞ്ഞിന്റെ ജീവിതം അവസാനിപ്പിച്ച ശേഷം സ്വയം ജീവിതം അവസാനിപ്പിച്ചു. അതിന് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടിയിരിക്കുന്നു. ഇതിന്റെയൊക്കെ ഉള്ളിൽ ഒരുപാട് ഇങ്ങനെ രഹസ്യങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതൊന്നും അതെ ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന് ശേഷമായിരിക്കും പുറം ലോകം പോലും എല്ലാം അറിയുന്നത്. ഇവൾ ശരിക്കും പറഞ്ഞാൽ ഇവളുടെ പേര് വിഭജിക എന്നാണ്. ഇവൾ കൊല്ലം സ്വദേശിനിയാണ്. ഇവളുടെ ഭർത്താവിന്റെ പേര് നിതീഷ് എന്നാണ്. ഇവരിപ്പം വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇവർ പിണങ്ങിയിട്ട് ഒരു വർഷത്തിലേറെയായി. ഈ വിഭജിക തന്റെ യു എയിലുള്ള ഒരു സുഹൃത്തിന് കുറച്ച് മെസ്സേജുകളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നേ. ആ മെസ്സേജിനകത്ത് അവർ പറയുന്നത്, ഒരു വർഷമായി താനും നിതീഷും അകൽച്ചയിലാണെന്നും മകൾ വൈഫൈ പിറന്നതിൽ പിന്നെ ഇതൊട്ടും, അതായത് അവരുടെ പെൺകുഞ്ഞുണ്ടായതിനു ശേഷം അവർ ഒരുമിച്ച് ജീവിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. വളരെ ചുരുക്കമായിട്ട് മാത്രമേ ഒരുമിച്ച് നിന്നിട്ടുള്ളെന്ന്. അത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതേ, അയാൾക്ക് കുട്ടികളെ ഇഷ്ടമല്ലായിരുന്നു, അതോ ഇനി പെൺകുട്ടി ഇഷ്ടമല്ലായിരുന്നു എന്നും നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. കാരണം സാധാരണപ്പെട്ട ഒരു വ്യക്തി തനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ കൂടുതൽ ബന്ധം സ്ട്രോങ് ആക്കുന്നത്, നമ്മൾ എത്ര ഉപേക്ഷിച്ച് നിൽക്കുന്നവരും ചിന്തിക്കുക എനിക്കൊരു കുഞ്ഞുണ്ടായല്ലോ, ആ കുഞ്ഞുണ്ടായതിനു ശേഷം ഇനി ഞാൻ സ്നേഹിച്ചു പോകാം എന്ന് ചിന്തിക്കുന്ന ഒരുപാട് അപ്പന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് നേരെ തിരിച്ചാ. ഇയാൾക്ക് കൊച്ചുണ്ടായതിനു ശേഷം അയാൾ ഒട്ടും ഇവരോട് അടുക്കത്തില്ലെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഈ വൈഭവി എന്ന് പറഞ്ഞ പെൺകുട്ടിയാണ് അവളുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ സമ്മർദ്ദങ്ങളും അവൾ ഒറ്റയ്ക്ക് അനുഭവിക്കുന്നതും വീട്ടുകാര്യങ്ങൾ നോക്കുന്നതും കുഞ്ഞിനെ നോക്കുന്നതും എല്ലാം അവൾ ഒറ്റയ്ക്കാണ്. കാരണം ഇവർ തമ്മിൽ ഒരുമിച്ചല്ല താമസിക്കുന്നത്, രണ്ടുപേരും രണ്ട് സ്ഥലത്ത് താമസിക്കുകയാണ്. അപ്പൊ ആ പെൺകുട്ടി പറയാ, അതാണ് നമുക്ക് ഏറ്റവും വിഷമിപ്പിക്കുന്ന ഒരു കാര്യം, തൻ്റെ കുഞ്ഞിനെ വെറും പട്ടിക്കുഞ്ഞിനെ പോലെയാണ് ഇയാൾ നോക്കുന്നത്. പട്ടിക്കുഞ്ഞ് വീട്ടിൽ എങ്ങനെ കിടക്കുന്നു അതുപോലെയാണ് തൻ്റെ കുഞ്ഞു വീട്ടിൽ കിടക്കുന്നതെന്ന് ഇവർ പറയുന്നത്. ഈ നിതീഷ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് വളരെ സ്വാർത്ഥനാണ്. അയാൾക്ക് അയാളുടെ കാര്യം മാത്രം നോക്കി നടക്കുന്ന അയാൾക്ക് താല്പര്യം. അപ്പൊ ഇങ്ങനെയുള്ളവനൊന്നും വിവാഹം കഴിക്കാതിരുന്നാൽ നല്ല ഒരു പെൺകുട്ടികൾ രക്ഷപ്പെട്ടേനെ. അതുപോലെ തന്നെ അയാൾ പുറത്തു പോകുമ്പോൾ ഉണ്ടല്ലോ, അയാളുടെ പെങ്ങളുടെ മക്കളും ഒക്കെ ആയിട്ടാണ് അയാൾ പോകുന്നതെന്നാണ് പറയുന്നത്. ഇവരെ ഒന്നിനും കൂടെ കൂട്ടത്തുമില്ല. അപ്പൊ അയാൾക്ക് അങ്ങനെയാണ് ഇഷ്ടമെങ്കിൽ അയാൾ എന്തിനാണ് വെറുതെ വിവാഹം കഴിച്ചെന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. അതുപോലെ തന്നെ അയാളുടെ കൊച്ചിനെയും കൊണ്ട് അയാൾ പുറത്തു പോയത് വെറും 4-5 തവണ മാത്രമെന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. അതായത് അമ്പലങ്ങളിലെ, പിന്നെ നാട്ടുകാരെ ഒന്ന് ബോധിപ്പിക്കാൻ വേണ്ടി. അപ്പൊ കൂടുതൽ ഇയാൾ പോകുന്ന സഹോദരികളുടെ കുട്ടികളോടൊപ്പം ഇയാൾ പുറത്തു പോയി എൻജോയ് ചെയ്യുന്നതാണ് പറയുന്നത്. എന്നിട്ട് അവർ വളരെ സന്തോഷത്തോടെ അവിടെ കഴിയുന്നുമുണ്ട്. പിന്നെ ഈ പെൺകുട്ടി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇയാളുടെ വായിൽ നിന്ന് വളരെ മോശപ്പെട്ട സംസാരം വരുന്നെന്ന്, അത് പുറത്തു പറയാൻ പോലും പറ്റത്തില്ല. അത്രമാത്രം നികൃഷ്ടനും നീചനുമായ ഈ മനുഷ്യന്റെ ഒപ്പം എന്തിനാണ് ഈ പെൺകുട്ടി വീണ്ടും വീണ്ടും കഴിയാൻ ആഗ്രഹിക്കുന്ന നമ്മൾ ഓർത്തു പോവുകയാണ്. പിന്നെ അയാൾക്ക് ഒരുപക്ഷെ അയാൾ ഇത്രത്തോളം മോശമായ ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ എമ്മന്റെ ഡൈവേഴ്സ് ചെയ്ത് പോകേണ്ട സമയം അതിക്രമിച്ചിരുന്നു. അതുപോലെ തന്നെ ആ പെൺകുട്ടി പറയാം, ഞങ്ങൾ അവിടെ ഉരുകി ഉരുകി ഓരോ ദിവസവും കഴിയുന്നെന്ന്. അപ്പം എന്തിനാണ് ഇങ്ങനെ കഴിയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരവില്ല. കാരണം ഒരു വിവാഹം കഴിപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡിവോഴ്സ് ചെയ്യാൻ ചില പെൺകുട്ടികൾക്ക് മടിയാണ്. എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകണം ചിന്തിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈ നിതീഷ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ അയാൾക്ക് എന്താണ് വേണം, അയാൾക്ക് പണം മാത്രം മതി. അയാൾക്ക് പണത്തോട് അതിഭീകര ആർത്തിയാന്നാണ് പറയുന്നത്. ഭയങ്കര പണമുള്ള മനുഷ്യനാണ്. പക്ഷെ പണം എത്ര കിട്ടിയാലും അയാൾക്ക് തികയില്ല. അയാള് അതുകൊണ്ടായിരിക്കുമല്ലോ ഈ പെൺകുട്ടി പോലും ജോലിക്ക് പോയിട്ട് ഇപ്പൊ ജീവിക്കുന്നത്. അപ്പം ഈ പെൺകുട്ടി ഈ നിതീഷിന്റെ കുടുംബക്കാരെ ഈ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് നോക്കി നടക്കുകയാണ്. അപ്പൊ പിന്നെ എന്നാ പിന്നെ അയാള് പണ്ടേ ഈ ജീവിതം എന്തിന് തെരഞ്ഞെടുത്തു എന്നൊരു ക്വസ്റ്റ്യൻ ഇവിടെ ഉടലെടുക്കുന്നതുമുണ്ട്. അപ്പൊ ഈ പെൺകുട്ടി പറയുന്നത്, ആ പെൺകുട്ടിയുടെ കുടുംബം വളരെയധികം കഷ്ടപ്പെട്ട് അവളെ കെട്ടിച്ചു വിട്ടു. ഒടുവിൽ അവള് ചെന്നുപെട്ടത് വളരെ ഒരു ദുരിത കയത്തിലായിപ്പോയി. ഇനി പിന്നീട് വിവാഹം കഴിഞ്ഞെല്ലാം ഗൾഫിലൊക്കെ ആണല്ലോ ഭർത്താവ്. അപ്പം വിവാഹം കഴിഞ്ഞ് 7 മാസത്തിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഇവർ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങിയത് പോലും. അപ്പൊ അതിനുശേഷം കൂടുതലും ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ച കുറച്ച് ആൾക്കാരുണ്ട്. അയാളുടെ സഹോദരി, പിന്നെ അദ്ദേഹത്തിന്റെ പിതാവ്, ഇവരെല്ലാവരും ഈ പെൺകുട്ടിയെ വളരെയധികം മാനസികമായി പീഡിപ്പിക്കുകയായിരുന്നു. ചില ആൾക്കാരുണ്ട് വലിയ പണക്കാരാ, പാവപ്പെട്ട വീട്ടിൽ നിന്നൊക്കെ കല്യാണം കഴിക്കും, എന്നിട്ട് പെൺകുട്ടിയെ കൊണ്ടുപോയി മാനസികപരമായും ശാരീരികം പീഡിപ്പിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ സമൂഹത്തില്. പിന്നെ ഈ പെൺകുട്ടി ചിലപ്പോൾ ഇങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം, ഇയാൾ എന്തെങ്കിലും ശരിയാകും, കൊച്ചുണ്ടായി കഴിയുമ്പോൾ ശരിയാകും എന്നൊക്കെ ഒരു പ്രതീക്ഷ കാണും. ചില ആൾക്കാർക്ക് അങ്ങനെയുണ്ടല്ലോ. പിന്നെ ഈ വിഭജിക്കുക എന്ന് പറഞ്ഞ പെൺകുട്ടി തീരുമാനിച്ചത് എല്ലാം അങ്ങ് സഹിച്ചു പോകാം, ഈ കുഞ്ഞിന്റെ മുഖം കാണുമ്പോഴെങ്കിലും ഇയാൾക്കൊരു മാറ്റം വരും എന്ന് അവർ ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചു. ഈ സംഭവം നടന്ന ദിവസം ഉണ്ടല്ലോ, ഈ പെൺകുട്ടി തന്റെ അമ്മയായ ശൈലജയെ വിളിച്ചിട്ടുണ്ടായിരുന്നു.
അമ്മയോട് ഈ പെൺകുട്ടി വളരെ വിഷമത്തോടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതായത് നിതീഷ് തനിക്ക് വിവാഹമോചന നോട്ടീസ് അയച്ചെന്നും താൻ ഭയങ്കര വിഷമത്തിലാണെന്നും ഒക്കെ ഈ പെൺകുട്ടി പറഞ്ഞായിരുന്നു. അപ്പോൾ അമ്മ അത് കേട്ടുകൊണ്ട് കുടുംബ സുഹൃത്തായ വക്കീലുണ്ട്, വക്കീലിനെ കൊണ്ട് വിളിപ്പിച്ച് സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ എന്തു പറയാനാണ്, പെൺകുട്ടിക്ക് ആ സമാധാനമൊന്നും ഏറ്റില്ല. അവൾ അവളുടെ ജീവിതം അവസാനിപ്പിക്കാൻ തന്നെ തീരുമാനിക്കുകയായിരുന്നു. ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയോട് നമ്മൾ എന്തിനു നിൽക്കണം? അത്രത്തോളം ഇഷ്ടമില്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ ആ കുഞ്ഞിനെയും കൂടി നാട്ടിൽ വന്ന് എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാമല്ലോ. അപ്പം ഈ പെൺകുട്ടികൾ ഒരിക്കലും സ്വയം ജീവിതം നശിപ്പിക്കരുത്. നിങ്ങൾക്ക് മാത്രമേ ജീവിതം പോകത്തുള്ളൂ. അവനൊക്കെ വീണ്ടും വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാം. കേസിൽ നിന്ന് ഊരി വരികയും ചെയ്യും. സ്ത്രീധനത്തിന്റെ പേരിൽ ഇയാൾ നിരന്തരം പീഡിപ്പിക്കുമെന്നാണ് കേൾക്കുന്നത്. അതുപോലെ തന്നെ ഇയാൾ വിവാഹമോചനം വേണം വേണം എന്ന് നിരന്തരം ഈ പെണ്ണിനെ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും പെൺകുട്ടി വളരെ സ്ട്രോങ് ആകണം. ആ പെൺകുട്ടി പക്ഷെ അവളുടെ ഇമോഷൻ ഫീലിങ്സിന്റെ പുറത്താണ് അങ്ങനെ ചെയ്തത്. പക്ഷെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, പെൺകുട്ടികളെ നമ്മൾ വളരെ ബോൾഡായിട്ട് ജീവിക്കാൻ, ഒറ്റ കാലിൽ നിന്നായാലും ജീവിക്കാൻ നമ്മൾ ശീലിപ്പിച്ചാലുണ്ടല്ലോ, ഒരു പരിധി വരെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും.